ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ അടിപൊളിയായിട്ടുള്ളൊരു ഫുൾ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ടി ചെറിയ ചിക്കൻ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി അതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ വരഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനിലേക്ക് ഉള്ളിലും പുറത്തുമൊക്കെ നല്ലപോലെ ആണ രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കാലുകളൊന്ന് ഒരു നൂല് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം. ഇത് നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് ഇതൊന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഒരു നൂല് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് കെട്ടിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. താഴെ തന്നെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 1/4 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മസാല പെറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ വച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വച്ചിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുക്കറിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്കൊരു 3 സവാള ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കൊരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് സോഫ്റ്റായി വന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 തക്കാളി കട്ട് ചെയ്തതും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളിയും ക്യാപ്സിക്കവും ഒന്ന് സോഫ്റ്റായി വന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി, ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറണ വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 10 കാഷ്യൂ വെള്ളം ചേർത്ത് അരച്ച പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് ചേർക്കുകയാണെങ്കിൽ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചിക്കനിലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ആ മസാല ഒന്ന് തേച്ച് കൊടുക്കാം.
ഇനി ഇതിൻ്റെ എല്ലാ വശവും ഒരു 5 മിനിറ്റ് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ മസാലയിൽ കിടന്ന് ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അതുപോലെ തന്നെ ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ഓരോ വശവും ഇതുപോലെ മസാലയൊക്കെ പിടിച്ച് വന്നു കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൊറോട്ടയുടെയും ചപ്പാത്തി, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.